ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇന്നിതാ ഇതുമ്മൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഒന്നുമില്ല, ചെറിയൊരു വലിയതായിട്ടൊരു പരിപാടിയില്ല, ഒരു കുഞ്ഞു അവളുടെ ഒരു നല്ലൊരു വിശേഷപ്പെട്ട ഒരു ദിവസം, ഒരു സ്പെഷ്യൽ ഡേ അല്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ പതിവ് പോലെ തന്നെ അവൾ തന്നെ നേരത്തെ എഴുന്നേറ്റ്, ഇന്ന് പതിവിൽ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് മാറ്റി റെഡിയാകും. മദ്രസയിലേക്ക് 7 മണിയാവും ഇറങ്ങാൻ. ശരിക്കും ക്ലാസ് തുടങ്ങുന്നത് തന്നെ 7 മണിക്കാണ്. പക്ഷേ ഇന്ന് എന്താ അറിയില്ല, വിളിച്ച ഉടനെ 6:30 എണീറ്റ് വേഗം ഒരുങ്ങി ഒരു 6:50 ആയപ്പോൾ അവൾ പോയിട്ടുണ്ട് കേട്ടോ, മദ്രസയിലേക്ക് പോയി. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ഇന്നലെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു കപ്പ ഇവിടെ തലേന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ബീഫും എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ഉള്ളി കാര്യങ്ങൾ, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ചതക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ബീഫൊക്കെ ഇന്നലെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ വേഗം കട്ട് ചെയ്ത് ഞാൻ കായം പറ്റി ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് പെട്ടെന്ന് കുക്കറിലിട്ട് നമുക്ക് വേഗം അടുപ്പത്ത് വെക്കാൻ കഴിഞ്ഞിട്ടോ. അപ്പോൾ അത് വെക്കുമ്പോഴേക്കും നമുക്ക് കപ്പ ചെറുതായിട്ട് നുറുക്കി അതിലേക്ക് തന്നെ ആ ഒരു ബീഫ് വെന്ത ആ ഒരു കുക്കറിലേക്ക് തന്നെ ഇതുകൊണ്ട് ഇട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് എന്താ ഒരു കട്ടി കൂടുതലാണ് ഈ ഒരു കപ്പക്ക്. ഉള്ളിൽ വേരുള്ള സൈസ് ഒരു കപ്പയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കത്തി ഇതാ 2 പീസായിട്ടോ. പിന്നെ ഞാൻ ചെറിയ കത്തി കൊണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടും ഒന്ന് നുറുക്കി നോക്കി. പക്ഷേ പറ്റാത്തതുകൊണ്ട് അവസാനം നമ്മൾ തേങ്ങയൊക്കെ ആ ഒരു ഉടക്കുന്ന ആ ഒരു കത്തിയില്ലേ, അതുകൊണ്ട് അതിനെ വലിയ വലിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ആ ചെറിയ ഒരു കത്തി കൊണ്ട് ഞാനിങ്ങനെ തോലൊക്കെ പൊളിച്ച് ചെറിയ ചെറിയ കഷ്ണാക്കി നുറുക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതും വരുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് അവൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും ഉണ്ടാക്കണം. അപ്പം ഇതിപ്പോൾ അങ്ങനെ ലഞ്ചിന് കൊടുത്തേക്കാൻ പറ്റില്ലല്ലോ, കപ്പ ബിരിയാണി അതങ്ങനെ കൊടുത്തേക്കാൻ വയ്യില്ല. അപ്പോൾ ഞാൻ ഇത് ലേശം കുറച്ച് ഗീ റൈസ് വെക്കാമെന്ന് കരുതി. പിന്നെ അധികം നമുക്ക് ഈ വെക്കുന്ന ബീഫ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് അതും അവൾക്ക് കൊണ്ടുപോകാൻ കൊടുക്കാമെന്നൊക്കെ, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പ്ലാനിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ബീഫ് വന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് നമ്മുടെ ആ ഒരു നുറുക്കി വെച്ച കപ്പ ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ അലക്കാനും നമ്മുടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടുന്നുണ്ട്. ഞാൻ കിച്ചണിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള പണികളൊക്കെ ഇങ്ങനെ തീർക്കുകയാണ് ചെയ്യാറുള്ളത്. ആ ഭാഗത്തുള്ള പണികളൊക്കെ അതിൻ്റെ ഒപ്പം ഇങ്ങനെ തീർക്കും. അലക്കാനുള്ളതൊക്കെ കിച്ചണിൽ നിൽക്കുമ്പോഴാണ് സുഖം. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്ത് പിന്നെ നമ്മൾ കപ്പ നുറുക്കിയ ആ ഒരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വേഗം ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. അവിടെയൊക്കെ തുടച്ച് ഇനി പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി ഇതും വരുമ്പോഴേക്കും ഞാൻ അവൾക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ട്. തലേന്ന് രാത്രി ഞാൻ ഒരു ഡ്രസ്സ് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് അറിയില്ല, സർപ്രൈസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് അവൾ വരുമ്പോൾ സെറ്റാക്കി വെക്കണം. എന്നിട്ട് അവൾക്ക് കൊടുക്കണം. പക്ഷേ അത് സ്കൂളിലേക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. അവർക്ക് എന്താ പറയുക, യൂണിഫോം തന്നെ ഇടണം. അപ്പം അല്ലാത്ത ദിവസം ഇപ്പോൾ ബുധനാഴ്ച നമുക്ക് കളർ ഡ്രസ്സാണല്ലോ, അന്നൊക്കെ ബർത്ത്ഡേ ആണെങ്കിൽ അന്ന് ഇടാം ഡ്രസ്സ്. പക്ഷേ യൂണിഫോം ഉള്ള ദിവസം യൂണിഫോം തന്നെ ഇടാൻ പറ്റുള്ളൂ, കളർ ഡ്രസ്സ് ഇടരുത് എന്നാണ് ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് വന്നൊരു ഇതാണ് കേട്ടോ. ആദ്യമൊക്കെ അവൾ ഇടാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ബീഫ് അതിൻ്റെ എന്താ പറയുക, ഒരു ആവിയൊക്കെ പോയി, ഞാൻ പ്രഷറൊക്കെ പോയിട്ട് ഞാനത് തുറന്നിട്ട് അപ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടോ, ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു നുറുക്കി വെച്ച കപ്പിട്ട് കൊടുത്തു. വേഗം മക്കളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ കിച്ചണിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ. അതിലിങ്ങനെ ഒരുപാട് നമ്മളിപ്പം വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് പരത്തണം, അരക്കണം, അങ്ങനെയൊക്കെയുള്ള പണികളുണ്ടാവും. ഇതാവുന്നില്ല. അത് കുക്കറിൽ വെച്ചൊരു വിസിൽ വന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് വലിയ ഉള്ളി ചീരുള്ളിയൊക്കെ ഇട്ട് ചെറുതാക്കി ഒന്ന് തൂമിച്ച് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് ചിക്കൻ മസാലയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുത്താൽ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കപ്പ ബിരിയാണി നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലേ ഇത്. എന്താ പറയുക, ഏത് നാട്ടുകാർക്കായാലും ഈ ഒരു സംഭവം ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മൾ എന്താ പറയുക, ഗീ റൈസും ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ അലക്കാൻ പോകുന്നുണ്ട്, വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.
ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശം സെറ്റായപ്പോക്കിന് ഇതും മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കറിയില്ല ഞാനിപ്പോൾ അവളുടെ ഡ്രസ്സ് കൊടുക്കാൻ പോവാണ്, അത് അവൾക്കറിയില്ല എന്താണെന്നൊന്നും അവൾക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ ഇതുമൂനാണെന്ന് പറഞ്ഞ് കാണിച്ച് കൊടുത്തപ്പോഴാണ് അവൾ ഞെട്ടിയത്. കാരണം ഇത് ഞാൻ തയ്ക്കണത് അവൾ ഇന്നലെ രാത്രി ഞാൻ മുകളിൽ തയ്ക്കുമ്പോൾ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രസമുണ്ടല്ലോ ക്ലോത്ത് എന്നൊക്കെ ഇങ്ങനെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള കുട്ടിക്കാണ്, ഇവിടെ അടുത്തുള്ള ഏതോ തയ്ക്കാൻ തന്നതാണെന്നൊക്കെ പറയാം. പിന്നെ ഞാൻ പുറത്ത് പോകണതോ ക്ലോത്ത് വാങ്ങണതോ ഒന്നും അവൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഇത് ഒന്നും അവൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഉമ്മച്ചി തരും. അതായത് എന്തെങ്കിലും ഡ്രസ്സ് ഞാൻ എല്ലാ വർഷവും വാങ്ങി കൊടുക്കാറുണ്ട് മക്കൾക്ക്. എന്തെങ്കിലും എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ തയ്ച്ച ഡ്രസ്സാണ്. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും എന്നൊക്കെ അവൾക്കറിയാം. എന്നാൽ ഇതാണെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, വേറെ ഏതെങ്കിലുമൊക്കെ ആയിരുന്നു. അപ്പം അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും എന്താ പറയുക റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവൾക്കിത് സ്കൂൾക്ക് ഇട്ട് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഡ്രസ്സ് കിട്ടുക. പക്ഷേ അവളുടെ സ്കൂളിൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനാണ് അവൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂൾക്ക് എന്തായാലും ഇടാൻ പറ്റാത്ത അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ഒക്കെ മുടിയൊക്കെ പറഞ്ഞ് ഇതിപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഒരുക്കാണ് കേട്ടോ അവൾ. അപ്പോൾ അതൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ വീണ്ടും ഈ ഡ്രസ്സ് മാറ്റി ഞങ്ങൾ എന്താ പറയുക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് അവൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത് സ്കൂളിൽ നിന്ന് സദ്യ ഉണ്ട്, സദ്യ എന്നുള്ളൊരു പാഠം പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ സദ്യ സ്കൂളിൽ നിന്ന് തരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ വീട്ടിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റംസ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് തലേന്ന് അവൾ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ബർത്ത്ഡേൻ്റെ ഈ ഒരു സംഭവം കൊണ്ട് ഞാനത് വിട്ടു പോയിട്ടുണ്ടായതുകൊണ്ട് തന്നെ തൽക്കാലം കുറച്ച് പപ്പടം പൊരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ എന്താ പറയുക ഈ അച്ചാറിൻ്റെ ഒരു പാക്ക് വാങ്ങിക്കൊടുത്തു കേട്ടോ. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അല്ലാതെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അത് കൊടുത്തേക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അവൾ വീണ്ടും യൂണിഫോമൊക്കെ മാറ്റിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അതാ കപ്പ ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അപ്പോഴേക്കും വന്നിട്ട് ഹസ്ബൻഡ് വന്നു അവളെ കൊണ്ടുപോകാനായിട്ട്. ഇന്ന് നല്ല ലേറ്റായി ചെയ്ത്, കാരണം ഞങ്ങൾ കുറേ ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ പോയല്ലോ. ഫോട്ടോ കാര്യങ്ങളും ഡ്രസ്സ് അങ്ങോട്ട് ചേഞ്ച് ചെയ്തു ഇങ്ങോട്ട് മാറ്റി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ട്. 10 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ അവൾ പോകുന്നത് ഒരു 9:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്തിന് വേഗം പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ വേഗം വണ്ടിയിൽ കയറി പറഞ്ഞയച്ചു കേട്ടോ. അങ്ങനെ ഇതാ അവളിപ്പോൾ സ്കൂളിലേക്ക് പോയിട്ടോ. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അവളുടെ ബർത്ത്ഡേ ആണല്ലോ, അതാണല്ലോ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് നമ്മൾ വേറെയുള്ള കാര്യങ്ങളൊന്നും അധികം എടുക്കാനും എനിക്ക് കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാമായിരുന്നു. ഇനി വൈകുന്നേരം അവൾ വരുമ്പോൾ അവൾ വീഡിയോ ബാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് അവളുടെ കുറച്ച് ഗിഫ്റ്റുകൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തിയും ഉമ്മയും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പോൾ ഞാനത് അവൾക്ക് കൊടുക്കുമ്പോൾ ഇതൊന്നും അവൾക്ക് അറിയില്ല, സർപ്രൈസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് കൊടുക്കുമ്പോൾ നമുക്കതൊരു ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് കൊടുക്കാമെന്ന് കരുതി ഞാനതൊക്കെ പേപ്പറൊക്കെ കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനിയത്തിൻ്റെ വക കുറച്ച് സാധനങ്ങളും ഉമ്മാൻ്റെ വക ജീൻസായിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാൻ കോഴിക്കോട് പോയപ്പം വാങ്ങിയത് ഉമ്മ പൈസ തന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് വാങ്ങി കൊടുക്കേണ്ടി. പിന്നെ അതിലേക്ക് ടോപ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ അത് എത്തിയിട്ടില്ല, ഓൺലൈനിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആണ്. അപ്പോൾ അതിലേക്ക് വെക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പക്ഷേ ഉള്ളതൊക്കെ ഞാനൊരു ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇനി വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി എനിക്കാണെങ്കിൽ ഇന്ന് വ്യാഴാഴ്ച, എനിക്ക് തിങ്കളും വ്യാഴാണ് എൻ്റെ ഈ ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ടല്ലോ, എംബ്രോയ്ഡറി ക്ലാസ്സിന്. അതെനിക്ക് ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇപ്പോൾ ഇവളുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ഇന്ന് പോകണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ കരുതി എന്തായാലും 2 ദിവസമല്ലേ ഉള്ളൂ ആഴ്ചയിൽ, പോകാമെന്ന് കരുതി. പിന്നെ ചെടപെട പണികളൊക്കെ കഴിച്ച് വേഗം പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ആ പണികളൊക്കെ എടുക്കുന്ന നേരം ഹസ്ബൻഡ് പോയി അവിടെ അവളുടെ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് അവളുടെ ഗിഫ്റ്റുകളൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മേശപ്പുറത്ത് ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ജോലികൾ എൻ്റെ ഫുഡൊക്കെ ആക്കി റെഡിയാക്കി വീടൊക്കെ ക്ലീൻ ചെയ്തു. നമ്മുടെ പണികളൊക്കെ കഴിച്ചിട്ട് ഞാനൊരു ഏകദേശം 1 മണിയോട് കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 3-3:30 വരെ ഒരു 2 മണിക്കൂറെങ്കിലും ക്ലാസ്സിന് പോകാമല്ലോ എന്ന് കരുതി അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വരും. അത് ക്ലാസ്സിലെ ഫ്രണ്ട്സൊന്നുമല്ല, വീടിൻ്റെ അടുത്ത് അവൾ കളിക്കാൻ പോകുന്ന കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അവർ വരും, അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ വരുമ്പോൾ നമുക്കൊരു കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക, പായസമോ കേക്കോ എന്താണ് വേണ്ടത് എന്നുള്ള
അത് നോക്കിയപ്പോൾ ഇതുമ്മ പറഞ്ഞു കേക്ക് മതി, കേക്ക് അതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഈ പോകുന്ന വഴിക്ക് കേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് മോഡൽ എന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ ഹസ്ബൻഡ് വാങ്ങി വീട്ടിൽ എത്തിച്ചു കൊടുത്തോളൂ. അപ്പോൾ അങ്ങനെ കേക്ക് സ്റ്റുഡിയോയിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഒരു ചെറിയ കേക്ക്, നമ്മൾ 1/2 കിലോൻ്റെ ചെറിയൊരു കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കുട്ടികളുള്ളൂ കേട്ടോ, വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ ഫാമിലി ആൾക്കാർ കൂടിയിട്ട് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇന്നില്ല കേട്ടോ. ഉണ്ടാക്കുന്നുണ്ട് ശനിയാഴ്ച എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഫാമിലി മെമ്പേഴ്സ് കൂടിയിട്ട് ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇന്നും ഒന്നും ഒരു പരിപാടിയില്ല, ഓളെ ഫ്രണ്ട്സ് വരും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ സെലക്ട് ചെയ്തു. അതിൽ ഓളെ ഹാപ്പി ബർത്ത്ഡേ ഇതുമൂന്നൊക്കെ എഴുതാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എന്നെ നേരെ ഇവിടെ ഈ ക്ലാസ്സിൽ കൊണ്ടാക്കി കേട്ടോ. എന്നിട്ട് ഹസ്ബൻഡ് പോകുമ്പോൾ അത് വാങ്ങിപ്പോയി ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ബലൂണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വീർപ്പിച്ച് സെറ്റാക്കി വെക്കാം അവൾ സ്കൂളിൽ വരുമ്പോഴേക്കെന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് പോയി. ഞാനിതവിടെ ഇതിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് ഒരു തീരെ മൂടുണ്ടായിരുന്നില്ല. കാരണം നമുക്കിന്ന് വേറെ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ ഇതിലേക്ക് വലിയ കോൺസെൻട്രേഷൻ വന്നില്ല കേട്ടോ. എന്നാലും കുറച്ച് എന്തൊക്കെയൊക്കെ പഠിച്ചു. 3 മണിക്കിന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി 3:30 ആയപ്പോഴേക്കും വീട്ടിലെത്തി കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ വരും ഗൈസ്. അപ്പോൾ നമുക്ക് അത് കാണാം. സന്തോഷമായോ? യെസ്, വീട് സന്തോഷമായോ? യെസ് ഗൈസ്, എനിക്ക് സന്തോഷമായി. സന്തോഷം എടുക്കാൻ കഴിയില്ല. ഓ ഈ ബലൂൺ കൊണ്ട് ഇതുപോലെ വെച്ചതൊക്കെ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ ബലൂൺ വീർപ്പിച്ച് വെക്കാമെന്ന് മാത്രമേ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വന്നപ്പോഴേക്കും ഈ ഈ ഒരു രീതിയിലൊക്കെ ചെറുതായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് അവളുടെ ഡ്രസ്സിൻ്റെ അതേ കളറിലാണ് ബലൂണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തത്തിൽ ആ ഒരു കളറ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ ഇത്തിരി ചെറിയ കാര്യങ്ങളായാലും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. വലിയ വലിയ ഗിഫ്റ്റ് അങ്ങനെയൊന്നുമല്ല, കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങി കൊടുത്താലും കുട്ടികൾക്ക് സന്തോഷമാണല്ലോ. അപ്പം അവൾക്ക് എന്ത് കിട്ടിയാലും സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തന്നെ പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്രണ്ട്സുകളാണ്, കുറച്ച് കുട്ടികളെ വരുന്നുള്ളൂ കേട്ടോ. ഇപ്രാവശ്യം നല്ല കുറവാണ് കുട്ടികൾ വരുന്നത്. അപ്പോൾ ഭയങ്കര വെയിറ്റിങ്ങിലാണ്, എന്തോ ആരും വരാത്തത്. 5 മണിയാകുമ്പോഴേക്കും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും വന്നിട്ടുമില്ല. എന്തായാലും വരാത്തതെന്നൊക്കെ പറഞ്ഞത് അവൾ വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാതിലിൻ്റെ ഇടയ്ക്ക് പോയി നിന്ന് വരാത്തെന്തൊക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 5-5:15 ആയപ്പോഴാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ 5 കുട്ടികളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയൊന്നും ആയിരുന്നില്ല കേട്ടോ. 10-20 കുട്ടികളുണ്ടായിരുന്നു. ഞാൻ പായസം വെച്ചേക്കാരും ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നിരത്തിയ സോഫ നിറച്ചും കുട്ടികളായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് ഓരോ ഗ്ലാസ് പായസമൊക്കെ കൊടുത്ത് മുട്ടായി കൊടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇത്തവണ കുറച്ച് കുട്ടികളുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കേക്ക് ചെയ്തത്, കേക്കാക്കാം എന്ന് വിചാരിച്ചത്. ഇതൊക്കെ അവളെ ഇവിടുത്തെ ഫ്രണ്ട്സാണ് കേട്ടോ, സ്കൂളത്തെ മദ്രസ ഒന്നും ഫ്രണ്ട്സല്ല, ഇവിടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പം വൈകുന്നേരം ആയാലും അവൾ സ്കൂളിൽ വന്നാൽ ഒന്ന് ജസ്റ്റ് കളിക്കാൻ പോവും, പുറത്ത് പോയി വന്നാൽ ഭയങ്കര കളിക്കാരാണ്. വീട്ടിലേക്ക് കയറി വരിക എന്നുള്ള വിചാരമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള കുട്ടികളൊക്കെ അവളുടെ ഫ്രണ്ട്സാട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കുറേ കുട്ടികളുണ്ടാവുമെന്ന്. ഇല്ല, 5 കുട്ടികളെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കുഞ്ഞു കേക്കൊക്കെ വാങ്ങി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവളുടെ ഫ്രണ്ട്സുകളെത്തി അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് അത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക. ഒന്ന്, അവർ ജനിച്ചൊരു ദിവസമല്ലേ, നമുക്ക് അവരെ കിട്ടിയ ദിവസമല്ലേ, അതുപോലെ തന്നെ അവർക്കും സന്തോഷമാവട്ടെ, നമുക്കും സന്തോഷമാവട്ടെ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ ആഘോഷിക്കണം. മക്കൾക്ക് ചെറുതാണെങ്കിലും ഒരു കുഞ്ഞു ഗിഫ്റ്റ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊടുക്കണം. ഇതൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ. അപ്പം അടിപൊളിയായിട്ട് തന്നെ അവരതൊക്കെ ആദ്യം കട്ട് ചെയ്ത് അവരുടെ ഫ്രണ്ട്സൊക്കെ കൊടുത്തു. അതിനുശേഷം അവരൊക്കെ അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് അവൾക്ക് കൊടുത്തു. പിന്നെ ഞാൻ കേക്ക് കൊണ്ടുപോയിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി നല്ല വലിയ വലിയ പീസാക്കിയിട്ട് എല്ലാവർക്കും കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പോൾ അവരൊക്കെ അതൊക്കെ കഴിച്ച് സംസാരിച്ച് കുറേ ടൈം അങ്ങനെ ഇരുന്നു. പിന്നെ അവർ വന്നപ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അവരെ കൊണ്ട് പറ്റുന്ന ഗിഫ്റ്റ്, അതായത് അവരെന്നെ കടലാസൊക്കെ വെട്ടി എന്താ പറയുക ഒരു വിഷൊക്കെ ചെയ്തിട്ടും, പിന്നെ ചോക്ലേറ്റ് അവരെടുത്ത് വെക്കുന്ന, അവർക്ക് അവരുടെ പാരൻസ് കൊടുക്കുന്ന പൈസ, മുട്ടായി വാങ്ങാനൊക്കെ കൊടുക്കുന്ന പൈസ എടുത്ത് വെച്ചിട്ട് അത് അങ്ങനെ വാങ്ങി വന്നതല്ല. എന്താ പറയുക, അവരുടെ പാരൻസ് വാങ്ങി കൊടുത്തതൊന്നുമല്ല, അവർക്ക് കൊടുക്കുന്ന ആ പൈസയിൽ നിന്ന് അവർ എടുത്തു വെച്ച് ഇങ്ങനെ ബർത്ത്ഡേക്കൊക്കെ കുട്ടിയെ കൊടുക്കും. അപ്പോൾ അവരുടെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോഴും ഇതുമ്പോൾ അങ്ങോട്ടും കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഗിഫ്റ്റൊക്കെ കിട്ടി കുറച്ച് നേരം സന്തോഷിച്ചിരുന്ന് അവർ പോയപ്പോൾ തന്നെ ഉടനെ തന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ.
യു സ്റ്റാർട്ടഡ് അനദർ ന്യൂ ഇയർ, ഗോഡ് ബ്ലെസ് യു. അപ്പം ഇതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതൊക്കെയാണ് അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ്. കുറേ ചോക്ലേറ്റുകൾ, കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റുകൾ, പിന്നെ കുറേ ലെറ്റേഴ്സ്. അതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിക്കുന്നുണ്ട്. നല്ല എന്താ പറയുക, കുഞ്ഞു കുട്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയൊക്കെ അവളും അങ്ങോട്ട് തിരിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഓരോന്ന് ഉണ്ടാക്കിയിട്ട് പേപ്പർ കൊണ്ടൊക്കെ വാങ്ങി, കളർ പേപ്പറും പെന്നുകളൊക്കെ വാങ്ങിയിട്ട് ഓരോന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കിക്കഴിഞ്ഞ് ഞാൻ കരുതി ഇതോടുകൂടി പരിപാടികളൊക്കെ കഴിഞ്ഞെന്ന് വീഡിയോ ഒക്കെ അവിടെ എടുക്കലൊക്കെ നിർത്തി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോഴാണ് അതിലും വലിയ സർപ്രൈസ്. രാത്രി ഒരു 10, 10:30, 11 മണി ആ ഒരു ടൈമിലാണ് എൻ്റെ വലിയ മോളും ഹസ്ബൻഡും ഐറൂസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അവളെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. നല്ലോണം വൈകി വന്നതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. നീനുട്ടി ഉറക്കത്തു നിന്നാണ് എണീറ്റ് വന്നിട്ടുള്ളത്. ഹസ്ബൻഡും നട കിടന്നിട്ടുണ്ടായിരുന്നു. ഇതും ഡ്രസ്സൊക്കെ മാറ്റിയോളും കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് പണികൾ കിച്ചണിൽ ഉണ്ടായതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക, പിന്നെ മേലെ കഴുക കിടക്കുക. ഞാൻ ആ ഒരു രീതിയിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഇവർ വരുന്നത്. അപ്പോൾ വേഗം പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഇവിടെ, അതൊന്ന് ഞാൻ വേഗം ജ്യൂസ് അടിച്ച് അവർക്കൊക്കെ കൊടുത്തുവിട്ട് ഇവർ ഫുഡ് കഴിച്ചാണ് വരുന്നത് എന്ന് പറഞ്ഞൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ ഇതുമുൻ്റെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് വേഗം കേക്ക് കട്ട് ചെയ്യുക എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ ഇതും ആണെങ്കിൽ മോളുൻ്റെ ഹസ്ബൻഡിനോട് എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുവരിക, ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസം മുമ്പ്, ഈ ബർത്ത്ഡേൻ്റെ എത്രയോ ദിവസം മുമ്പ് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേക്ക് മാത്രം കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ മാറ്റി അവൾ കടന്നപ്പം ടീഷർട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും ബർത്ത്ഡേൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അവൾ കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് രണ്ടാമത്തെ കേക്കാണല്ലോ കട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും ഇതൊക്കെ അവളുടെ മുഖത്ത് നല്ലോണം കാണുന്നുണ്ട്. പിന്നെ കേക്കും നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു. ഉള്ളിൽ നല്ല നട്ട്സുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ്. ഞങ്ങൾ വാങ്ങിയ കേക്കും കേക്ക് സ്റ്റുഡിയോത്തെ കേക്ക് അതും നല്ല രസമുണ്ടായിരുന്നു. അത് പിന്നെ ചെറിയ പീസ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതും കൂടി ഇപ്പോൾ ഈ ഒരു കേക്കും കൂടി കിട്ടി. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. ഐറൂസ് ആണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ മുട്ടുത്തി നടക്കുക എന്നുള്ളതാണ്. എടുക്കാനേ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ അവൻ ഈ ബലൂണൊക്കെ കണ്ടിട്ട് അത് കുത്തിപ്പൊട്ടിക്കണം, അതെടുക്കണം, ആ ഒരു തിരക്കിലാണ് ഐറൂസ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ പിക്ക് ഇതാണ്. ഹാപ്പി ബർത്ത്ഡേ ഉമ്മു എന്നൊക്കെ എഴുതിയിട്ട്, പിന്നെ നല്ല അടിപൊളിയായിട്ട് കാണുന്ന പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ശരിക്കും കറക്റ്റാക്കി വെച്ച് എന്തായാലും ഒന്നും കൂടി കേക്ക് കട്ട് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഇതൊരു ചെറിയൊരു ഫാമിലി സെലിബ്രേഷൻ എന്ന ഒരു മൂഡിലേക്ക് വന്നപ്പോൾ കൈ പിടിച്ച് എനിക്കൊരു ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതും ഓരോ ആഗ്രഹങ്ങളല്ലേ അതെടുത്ത് കൊടുത്തു. അങ്ങനെ ഇതുമോ രണ്ടാമത്തെ കേക്കും ഇന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ എടുക്കാൻ എന്താ പറയുക, ഒരു സെറ്റായിരുന്നില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കേക്ക് കണ്ട് മുതൽ ഐറൂസിന് അത് എടുക്കണം, എന്താ കേക്ക് മേലെ കളിക്കണം, അവനത് അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഭയങ്കര വികൃതിയാണ് കേട്ടോ. ഓരോ പ്രാവശ്യം വരുമ്പോഴും അവന് നല്ല മാറ്റമുണ്ട്. ഒരു പ്രാവശ്യം വരുന്ന സ്വഭാവമല്ല പിറ്റത്തെ പ്രാവശ്യം വരുമ്പോൾ നല്ല ദേഷ്യം കൂടി വരിക, എല്ലാത്തിനും വാശി വലുതാവും തോറും വാശിയൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുമ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ ഐറൂസിനെ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ അവനുണ്ട്. എന്നാലും ഇനി അവനെ അടുത്ത് നിർത്തി, സന്തോഷമാവില്ല എന്ന് കരുതി അടുത്ത് നിർത്തി. പക്ഷേ കത്തി അവൻ്റെ കയ്യിൽ കിട്ടണം. അപ്പോൾ അതിനൊക്കെ ചെറുതായിട്ട് ചീറുന്നുണ്ട് കണ്ടോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, അവളോട് ആ കത്തി പിടിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ കത്തി അവൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോഴേക്കും അവൻ്റെ കേക്കൊക്കെ അവൻ്റെ കയ്യുമ്മലായി. എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇതുമോ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും വായിൽ വെച്ചെടുത്തു. അങ്ങനെ ഒരു അടിപൊളി എന്താ പറയുക, നമ്മുടെ വീട്ടിലെല്ലാവരും ഒന്ന് കൂടി ഓളെ ബർത്ത്ഡേ ആയിട്ട് ഒന്ന് അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഇത് എനിക്ക് ഭയങ്കര എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ഒരു സമയമായിരുന്നു ഇത്. അപ്പം ഞാൻ അപ്പോഴേക്കും ഐറൂസിൻ്റെ കൈമിൽ കേക്കായത് അത് കഴിക്കാൻ പോയതായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. നീനുമാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് അവൾ വീഡിയോയിലൊന്നും പെടാത്തത് കേട്ടോ. പിന്നെ അവനെ കഴുകി കൊടുത്തതിന് ശേഷം എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് ഓരോ പ്ലേറ്റിലാക്കി അങ്ങനെ കൊടുത്തു കഴിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ അവർ പോകാൻ ഇറങ്ങുകയാണ്. അപ്പോഴാണ് ശരിക്കുള്ള ഗിഫ്റ്റ് എത്തിയത് കേട്ടോ. സന്തോഷമായോ?
ഒട്ടി ഒട്ടി ഇങ്ങനെ നടക്കണല്ലേ. ഇത് സത്യം പറഞ്ഞാൽ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അവളുടെ മുഖത്ത് നല്ലോണം കാണാം കേട്ടോ. ഭയങ്കര സർപ്രൈസായി. അപ്പം കേക്ക് മാത്രമേ ഉണ്ടാവും, കേക്ക് വന്ന് കട്ട് ചെയ്തതുകൊണ്ട് അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് ബാഗ് കൊണ്ടുവന്നത് അവൾക്കാണെന്ന് പറഞ്ഞപ്പോൾ ആ ബാഗ് മാത്രമാണ് ഗിഫ്റ്റ് എന്നാണ് അവൾ പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിൽ കുറേ ഗിഫ്റ്റുകൾ ഉണ്ടെന്നുള്ളതും അവൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര 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 സന്തോഷമായി. അപ്പോൾ ഞാനിത് സ്പീഡിൽ കാണിക്കണം എന്താ വെച്ചാൽ നമുക്കത് എന്താ പറയുക, ഗിഫ്റ്റുകളൊക്കെ ചെറുതായിട്ടൊരു അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് വേറെയും അനിയത്തി ഉമ്മയൊക്കെ തന്ന ഗിഫ്റ്റുകൾ വേറെയും ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി കാണിച്ച് നമുക്കൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അതങ്ങനെ സ്പീഡ് കാണിച്ചത്. പിന്നെ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇതുമോന് പ്രതീക്ഷിക്കാത്തൊരു സംഭവം കിട്ടിയതുകൊണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ പോകാനുള്ള ഒരുക്കായിട്ട് അപ്പോൾ ഞാൻ ഐറൂസിന് ഫുഡൊക്കെ കൊടുത്തു, അവനെ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരകുട്ടപ്പനാക്കി അവർ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ, രാത്രി നടന്ന സംഭവങ്ങൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.